പോത്തൻകോട് ഇടത്തറ വാർഡിൽ ശ്രീകലയാണ് മരിച്ചത്. മഴയിൽ പഴയ വീടിന്റെ ചുമരിന് കേടുപാടുണ്ടായി. പുതിയ വീട് നിർമ്മിച്ചപ്പോൾ പഴയ വീട് പൂർണ്ണമായി ഇടിച്ചു മാറ്റിയിരുന്നില്ല. ഇതിന് സമീപത്ത് നിന്ന ശ്രീകലയുടെ ദേഹത്തേക്ക് ചുമരിടുങ്ങി വീഴുകയായിരുന്നു. ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ ഇന്നലെ കടകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയിരുന്നുവെങ്കിലും ഇന്ന് വെള്ളം പൂർണ്ണതോതിൽ ഇറങ്ങിയിട്ടുണ്ട്. കടകളും തുറന്ന് മാർക്കറ്റ് സജീവമായിട്ടുണ്ട്. കഴക്കൂട്ടം ആറ്റിപ്ര അരശമൂട് ഭാഗത്ത് 8 വർഷം കൊണ്ട് നീളുന്ന റോഡ് പണി കാരണം ദുരിതത്തിലായിരിക്കുകയാണ് ജനങ്ങൾ. ഇത് നീ കണ്ടിട്ട് മനസ്സിലാക്കുക, ഞാൻ എന്തിനു പറയണം? ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് 8 വർഷം കൊണ്ട് തുടങ്ങിയ ഗതിയാണിത്. ഇവിടെ അങ്ങനെ പോവുള്ളൂ. ഇപ്പോഴും ഞാൻ കുറേ പയ്യനോട് സംസാരിച്ചുകൊണ്ട് നിന്നത്, അമ്മ ഇങ്ങനെ പോവുള്ളൂ ഇത്. കാരണം ഇവർക്ക് സ്ഥിരമായിട്ട് വോട്ട് കിട്ടണം. അന്ന് ഇത് കാണിച്ചാണ് ഈ വോട്ട് പിടിക്കുന്നത്. പിന്നെ ഭരണാധികാരിയൊക്കെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർക്ക് മാസപ്പടി കിട്ടും. മനുഷ്യരിങ്ങനെ നടന്നോട്ടെ, ഈ മനുഷ്യർക്കും അതാണ് ഇഷ്ടം. പിന്നെ എന്തോന്ന് വേണം? കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വീടുകളിൽ വെള്ളം കയറി. വെള്ളം ഇറങ്ങിയെങ്കിലും വീടുകൾ മുഴുവൻ ചെളിക്കെട്ടാണ്. പലരും വീടുകൾ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥയുമുണ്ട്. 8 വർഷം കൊണ്ട് ഈ കുഴിയിൽ കിടന്ന് വെള്ളം കോരി മടുത്ത്. വീട്ടിനകത്ത് മൊത്തം ഇന്നലെ മുതൽ വെള്ളമാണ്. 3 ദിവസം കൊണ്ട് വെള്ളം കോരിയിട്ടും തീരുന്നില്ല. അങ്ങനെ അതുകൊണ്ട് നമ്മളിപ്പോൾ വീട് വാടകയ്ക്ക് എടുത്ത് വേറെ പോവുകയാണ്. വീട് അത് എണ്ണക്ക് പൂട്ടിയിടുകയാണ്. ഇവിടുത്തെ പണിയുടെ പ്രശ്നമുണ്ട്. വെള്ളം പോകുന്നില്ല. ഓട വഴി വെള്ളം പോകുന്നില്ല, ഓടയില്ല. ഓരോരുത്തരും ഓരോ കോൺട്രാക്ടർ ഓരോ മാസം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർ കളഞ്ഞിട്ടങ്ങ് പോകണം. ആ ഒരു പാടേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ റോഡിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് ഇത്രയും വലിയൊരു കുതി. അതായത് എൻ്റെ ഈ ഒരു ഹൈറ്റ്, അതിനേക്കാളും വലുപ്പമുള്ള ഒരു കമ്പ് നമ്മൾ ഇതിനകത്തേക്ക് പൂർണ്ണമായി ഇറക്കിയാൽ പോലും എത്താത്ത അത്രയും ആഴമാണ് ഈ ഒരു കുഴിക്കുള്ളത്. അത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഒരു റോഡൊക്കെ തന്നെ പൂർണ്ണമായും വെള്ളം കിട്ടുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് ഈ ഒരു വെള്ളക്കെട്ടിൽ ആരെങ്കിലും വീണ് കഴിഞ്ഞാൽ പോലും ഇതിനകത്ത് ആളുണ്ടോ എന്ന് പോലും നമുക്ക് ഒരു കാരണവശാലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനത്തെ വളരെ ഒരു ദുഷ്കരമായ ഒരു സാഹചര്യമാണ് ഈ ഒരു റോഡിൽ നിലനിൽക്കുന്നത്. തിരുവനന്തപുരത്ത് നിലവിൽ ഓറഞ്ച് അലർട്ടാണ്. അടുത്ത 2 ദിവസത്തേക്ക് കൂടി മഴ നീണ്ടു നിൽക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നെല്ലൈ മുരുകനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.